ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്കായിട്ട് എന്താണ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടത്, ഒരു ബേസിക്കായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൊമേഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ബി കോമിലേക്ക് അല്ലെങ്കിൽ എം.കോം അങ്ങനെ ബി കോമിലേക്ക് കയറുന്ന ആൾക്കാർ, ബി കോം അതുപോലെ തന്നെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനായിട്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ ഒരു ബേസ് ഇല്ലാതെ പോകുന്നവരെ സംബന്ധിച്ച് ഒരു ഹെൽപ്പ് ചെയ്യുന്നതിന് എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ജസ്റ്റ് എന്താണെന്നുള്ളൊരു ഒരു അവയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇന്നത്തെ നമ്മൾ ക്ലാസ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ്ലി നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അസറ്റ് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് അസറ്റ് എന്താണെന്നാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി അതിന് പറയുന്ന ആസ്തി എന്നാണ്. അസറ്റിനൊരു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, അസറ്റ് ആർ എക്കണോമിക് റിസോഴ്സസ് ഓഫ് ആൻ എൻ്റർപ്രൈസസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഫുള്ളി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാവുന്ന, അതായത് ക്യാഷിൻ്റെ രൂപത്തിൽ, അതായത് ഇത്ര രൂപയുടെ സാധനമുണ്ട് എന്ന്, ഇത്ര രൂപയുടെ ചെയറുണ്ട് അല്ലെങ്കിൽ ഇത്ര രൂപയുടെ ബിൽഡിംഗ് ഉണ്ട് എന്ന് പറയുന്നതാണ് ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൃത്യമായിട്ട് അസറ്റ് എന്താ, ഇത് എക്സ്പെൻസ് എന്താ, അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അസറ്റ് ഇപ്പോൾ ഒരു നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നത്, ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൻ്റെ ബിസിനസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിലേക്ക് ഫാൻ ചെയർ അവിടേക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ഓണറിനെ സംബന്ധിച്ച് ആസ്തിയാണ്. ഒരു ചെയർ വാങ്ങിയാൽ അല്ലെങ്കിൽ അവിടേക്ക് ഒരു കാൽക്കുലേറ്റർ വാങ്ങിയാൽ ഇതെല്ലാം ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് അസറ്റാണ്. എന്ന് പറഞ്ഞാൽ എക്കണോമിക് റിസോഴ്സ് ആണെന്ന് പറഞ്ഞു മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. അപ്പോൾ അവിടേക്ക് ആ സ്ഥാപനത്തിലേക്ക്, ആ ഇലക്ട്രിക്കൽ ഷോപ്പിലേക്ക് നമ്മൾ ഒരു 450 രൂപയുടെ ചെയർ വാങ്ങി. അത് 450 രൂപയുടെ ചെയർ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കാൽക്കുലേറ്റർ വാങ്ങി, 300 രൂപയുടെ കാൽക്കുലേറ്റർ വാങ്ങി. അങ്ങനെ നമുക്ക് മോണിറ്ററി ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് ആർ ഐറ്റംസ് ഓഫ് വാല്യൂ യൂസ്ഡ് ബൈ ദ ബിസിനസ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിൽ നടക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടയിൽ വേണ്ട വാല്യൂ ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. Provide economic benefits to the enterprises. Asset can be broadly classified into two types, current and non-current assets. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി 2 തരത്തിലുള്ള അസറ്റുകളാണുള്ളത്. കറൻറ്റ് അസറ്റും നോൺ കറൻറ്റ് അസറ്റ്, അങ്ങനെ ക്ലാസിഫിക്കേഷനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ആ ഇലക്ട്രിക്കൽ ABC എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ ഷോപ്പിലെ ആസ്തി എന്ന് പറയുന്നത് ഫർണിച്ചറും ആ ഷോപ്പിൻ്റെ ബിൽഡിങ് സ്വന്തമായിട്ട് ആ ഓണറിനുള്ളതാണെങ്കിൽ അതും, ലാൻഡ് ഉണ്ടെങ്കിൽ ആ സ്ഥലം ഓണറിൻ്റെ ആണെങ്കിൽ അതും ആസ്തിയാണ്. ലാൻഡും ബിൽഡിങ്ങും ചെയർ, അവിടേക്ക് വാങ്ങിക്കുന്ന കാൽക്കുലേറ്റർ, പേന, അതെല്ലാം ആസ്തിയാണ്. അതാണ് അസറ്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അസറ്റ് എന്ന് പറയുന്നത് അതാണ്. മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന, എത്ര രൂപയുടെ ചെയർ ഉണ്ട്, എത്ര രൂപയുടെ ബിൽഡിംഗ് ഉണ്ട്, എത്ര രൂപയുടെ സ്ഥലമുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നവയാണ് അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലയബിലിറ്റിയാണ്. അസറ്റ് പോലെ തന്നെ അടുത്ത ഒന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ബിസിനസ്സിനെ സംബന്ധിച്ച് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റി ആർ ഒബ്ലിഗേഷൻ ഓർ ഡെബ്റ്റ്സ് ദാറ്റ് ആൻ എൻ്റർപ്രൈസസ് ഹാസ് ടു പേ അറ്റ് സം ടൈം ഇൻ ദ ഫ്യൂച്ചർ. They represent creditors' claim on the firm's assets. Both small and big business find it's necessary to borrow money at one time or the other and to purchase goods on credit. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഡെപ്റ്റാണ്, കടങ്ങളാണ്.
എന്താണ് ഫ്യൂച്ചറിൽ ആ എൻ്റർപ്രൈസസിന് ആ സ്ഥാപനത്തിന് ഫ്യൂച്ചറിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകളെയാണ് കടം ലയബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ക്രെഡിറ്റേഴ്സ് ക്ലെയിം ഓൺ ദ ഫേംസ് അസറ്റ്. അതായത് എന്താണ് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുക സ്ഥാപനത്തിലേക്ക് വേണ്ടി. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മുടെ ABC ഇലക്ട്രിക്കൽസ് എന്ന ഷോപ്പിൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്നാണ് മോട്ടർ സാധനങ്ങൾ, അതായത് വി-ഗാർഡിൻ്റെ മോട്ടർ നമ്മൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. വി-ഗാർഡിൻ്റെ മോട്ടർ നമ്മൾ എവിടെ നിന്നാണ്? കോയമ്പത്തൂരിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ്. ആ കോയമ്പത്തൂരിൽ നിന്ന് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന വി-ഗാർഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് വിചാരിക്കുക. ആ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഒന്നെന്താണ്? ക്രെഡിറ്റ് ബേസിൽ, അല്ലെങ്കിൽ റൊക്കം ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാം. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ റൊക്കം ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാം. അല്ലെങ്കിൽ കടമായിട്ട് വാങ്ങിക്കാം. കടമായിട്ട് വാങ്ങിക്കുമ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി-ഗാർഡ് എന്ന് പറയുന്നത് അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെയും ഡെപ്റ്റേഴ്സിൻ്റെയും വേറെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആവശ്യമുള്ളവർ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ, കയറി നോക്കാം കേട്ടോ. അപ്പോൾ ക്രെഡിറ്റേഴ്സും ഡെപ്റ്റേഴ്സും ലയബിലിറ്റി നമ്മുടെ വി-ഗാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ABC എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ ഷോപ്പിനെ സംബന്ധിച്ച് വി-ഗാർഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സാണ്. നമുക്ക് കടത്തിന് സാധനങ്ങൾ തന്ന വ്യക്തികളാണ് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ നമുക്ക് എന്തായാലും പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ബാധ്യതയാണ്, ഡെപ്റ്റാണ്. അതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കടത്തിന് വാങ്ങിച്ചാലും അല്ലെങ്കിൽ ലോൺ എടുത്താൽ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റിയാണ്. നമ്മൾ ബിസിനസ് തുടങ്ങാനായിട്ട് ലോൺ എടുത്തു എന്ന് വിചാരിക്കുക, അത് ലയബിലിറ്റിയാണ്. സാധനം കടത്തിന് വാങ്ങിച്ചു, അത് ലയബിലിറ്റിയാണ്. നമ്മൾ റെൻറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കാതെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതും ലയബിലിറ്റിയാണ്. നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം ബാധ്യതകളാണ് ബിസിനസ്സിനെ സംബന്ധിച്ച് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ABC എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ഷോപ്പിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ എന്താണെന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനമാണ്. ABC എന്ന ആ ഇലക്ട്രിക്കൽ ഷോപ്പിൻ്റെ ഓണർ, ആ വ്യക്തി ബിസിനസ്സിലേക്ക് എന്താണോ മൂലധനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ 50,000 രൂപയ്ക്കാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന 50,000 അദ്ദേഹത്തിന് അതൊരു ക്യാപിറ്റലാണ്, മൂലധനമാണ്. ബിൽഡിംഗ് ആയിട്ടാണ് കൊണ്ടുവന്നേക്കണമെങ്കിൽ ഓണറെ സംബന്ധിച്ച് അതും ഒരു മൂലധനമാണ്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എന്ന് നമുക്ക് എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ഫേം ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. എമൗണ്ട് ഫേമിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ബ്രോഡ് in the form of cash or asset by the owner for the business entity. Capital is an obligation and a claim on the asset of business. പറഞ്ഞിരിക്കുന്നത് it may be brought in the form of എന്ത് ഫോമിലായിരിക്കാം? ഒന്നല്ലെങ്കിൽ ക്യാഷിൻ്റെ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ അസറ്റിൻ്റെ രൂപത്തിൽ. എന്ത് തന്നെയാണെങ്കിലും ബിസിനസ് എൻറ്റിറ്റിയിലേക്ക് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് രൂപത്തിൽ അല്ലെങ്കിൽ അസറ്റിൻ്റെ രൂപത്തിൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലയബിലിറ്റി എവിടെയാണ് ഷോ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ലയബിലിറ്റി സൈഡിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ വർഷം എൻഡ് ആകുമ്പോൾ നമ്മുടെ ബിസിനസ് എത്രമാത്രം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് നോക്കാനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും ക്യാപിറ്റൽ കാണിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ABC ഇലക്ട്രിക്കൽസിൽ പറഞ്ഞു. അപ്പം ആ വ്യക്തി, ആ ഓണർ എന്ന് പറയുന്ന വ്യക്തി ഒരു 50,000 രൂപയാണ് ആ ബിസിനസ് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ലാൻഡ് അദ്ദേഹത്തിൻ്റേതാണ് എങ്കിൽ അതും അദ്ദേഹത്തെ സംബന്ധിച്ചത്, അത് ബിസിനസ്സിനെ സംബന്ധിച്ച് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ലാൻഡ് ആണെങ്കിലും ക്യാഷിൻ്റെ രൂപത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ബിൽഡിങ്, അതുപോലെ തന്നെ മെഷീനറി സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയർ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ അദ്ദേഹം എടുത്തതെന്ന് വിചാരിക്കും, അതും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ക്യാപിറ്റലാണ്. ബിസിനസ്സിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മൂലധനമാണ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ, ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ ചെയർ ആണെങ്കിലും ശരി, പണമാണെങ്കിലും ശരി, ഒരു പേന കൊണ്ടുവന്നാൽ തന്നെയും മൂലധനമാണ്. ഓണറിൻ്റെ മൂലധനമാണ്, ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മൂലധനമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻകം ആൻഡ് ഓർ റവന്യൂ. ഇൻകം അല്ലെങ്കിൽ റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനമാണ്. ബിസിനസ്സിലേക്ക് വരുന്ന വരുമാനമാണ്
പറയുന്നത് കേട്ടോ. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ആദ്യം നോക്കാം. ദിസ് ആർ ദ എമൗണ്ട് ഓഫ് ദ ബിസിനസ് ഏൺഡ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ് കോൾഡ് സെയിൽസ് റവന്യൂ. Other items of revenue come to many business are commission, interest, dividend, royalties, rent received, etc. Revenue is also called ഇൻകം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനമാണെന്ന് പറഞ്ഞു. എന്താണ്? ബിസിനസ് ഏൺ ചെയ്യുന്ന സെല്ലിങ്ങിലൂടെ, അതായത് ഒരു ഇപ്പം നമ്മൾ ABC എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ ഷോപ്പ് പറഞ്ഞു, അത് സെയിൽ ചെയ്തുകൊണ്ട്, അവിടെ സെയിൽ ചെയ്യുന്ന എന്തൊക്കെയാണ്? മോട്ടർ, വയർ, അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഈവൻ ഫാന് കാര്യങ്ങളൊക്കെ എന്താണ് സെയിൽ ചെയ്യുന്നത് വഴി എന്ത് കിട്ടും? ഒരു ഇൻകം കിട്ടുന്നുണ്ട്, ഒരു വരുമാനം കിട്ടുന്നില്ല ഫേമിനെ സംബന്ധിച്ച്. ഇലക്ട്രിക്കൽ ABC എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ ഷോപ്പിലേക്ക് എന്താണ് ഒരു ഫാൻ കസ്റ്റമറിന് കൊടുക്കുന്നത് വഴി അവരിൽ നിന്ന് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അതെന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? വരുമാനമാണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല, നമ്മളൊരു ഒരു സാധനം പ്രൊഡക്റ്റ് സെയിൽ ചെയ്തതിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ മാത്രമല്ല ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് റവന്യൂ ആയിട്ട് വരുന്നത്. എന്താണ്? കമ്മീഷൻ കിട്ടാം. ഇപ്പോൾ ഇത്ര പ്രൊഡക്റ്റിന് മേളിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ഫാനിൻ്റെ ഐറ്റംസ്, ഇപ്പോൾ ഫാൻ എടുത്തു, പുതിയ കമ്പനീസ് ഫാൻ എടുത്തു, അതിൻ്റെ എത്ര എണ്ണം എന്താണ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കമ്മീഷൻ കിട്ടുക. അതായത് ഒരു ഫാൻ സെയിൽ ചെയ്യുന്നത് വഴി 10% കമ്മീഷൻ കിട്ടുകയാണെങ്കിൽ അതെന്താണ്? ഒരു ഇൻകമാണ്. അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസുകളുണ്ടല്ലോ. ആഫ്റ്റർ സെയിൽ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളിപ്പോൾ മോട്ടർ ഒരാൾ വാങ്ങിച്ചു, മോട്ടർ ഫിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും അറിയില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരാൾ പോയി എന്ത് ചെയ്യണം? അത് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണ്? അങ്ങനെ അതുപോലെ തന്നെ എന്തെങ്കിലും ആൾട്രേഷൻ, എന്തെങ്കിലും ഇഷ്യൂസ് പിന്നീട് ഉണ്ടായിക്കഴിഞ്ഞാൽ റിപ്പയർ കാര്യങ്ങൾ, അതൊക്കെ എന്താണ്? അതൊക്കെ സർവീസാണ്. ആ സർവീസിന് എന്തായിരിക്കും? ഒരു ഫണ്ട് പേ ചെയ്യുന്നുണ്ടായിരിക്കും, കിട്ടുന്നുണ്ടായിരിക്കും കസ്റ്റമറിൽ നിന്ന്. ആ കിട്ടുന്നതും എന്താണ്? ഇൻകമാണ്. ഇതെല്ലാം ഈ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന വരുമാനങ്ങളെ, ഇൻകത്തിനെയാണ് നമ്മളെന്താണ് എന്ന് പറയുക? റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത്. എന്ത് തരത്തിലുള്ള വരുമാനം ആവാം അല്ലേ? നമ്മളൊരു സാധനം സെയിൽ ചെയ്തുകൊണ്ട് കിട്ടുന്നതാവാം. ഇപ്പോൾ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് ഫാൻ വിറ്റു, മോട്ടർ വിറ്റു, ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം സെയിൽ ഇൻകം ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം, അതും ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഇൻകമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചിലവ്. വരുമാനം ഉണ്ടെങ്കിൽ അവിടെ ചിലവും ഉണ്ടായിരിക്കും അല്ലേ? അപ്പം നമുക്ക് എക്സ്പെൻസിൻ്റെ ഡീറ്റെയിലിംഗ് എന്താണെന്ന് ആദ്യം നോക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ ആർ നോൺ ആസ് എക്സ്പെൻസ്. ഞാൻ പറഞ്ഞില്ലേ, റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന കോസ്റ്റുകളെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റവന്യൂ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് നേടാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റുകളെയാണ് എന്താണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ജനറലി എക്സ്പെൻസ് ആർ മെഷേർഡ് ബൈ ദ കോസ്റ്റ് ഓഫ് അസറ്റ് കൺസ്യൂംഡ് ഓർ സർവീസസ് യൂസ്ഡ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. എന്താണ് സാധാരണ നോക്കുന്നത്? കോസ്റ്റ് ഓഫ് അസറ്റ് എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് അസറ്റ് എന്താണ്? എത്രമാത്രം വന്നു എക്സ്പെൻസസ് ഇൻകേർഡായി ഒരു സാധനം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, സർവീസസിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. സർവീസിന് ഇപ്പോൾ പോകാനായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? ABC എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ഷോപ്പാണെന്ന് പറഞ്ഞു. അവിടെ എന്താണ് സെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് സെയിൽ ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസുകളാണെന്ന് പറഞ്ഞു. എന്താണ്? ഫ്രീ ഡെലിവറിയാണ് നമ്മൾ ഓഫർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഫ്രീ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ നിന്ന് ആരാണോ കസ്റ്റമറിൻ്റെ വീട് വരെ പോകുന്നതിന് നമുക്ക് എന്തായാലും ഒരു കോസ്റ്റ് ആവും അല്ലേ? പെട്രോൾ നമുക്ക് വെറുതെ കിട്ടില്ല അല്ലേ? അപ്പോൾ ആ സ്ഥാപനത്തിന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊടുക്കുമ്പോൾ അതിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്ന ആ റവന്യൂ കിട്ടും. ആ സാധനം അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോട്ടറിൻ്റെ പൈസയും കാര്യങ്ങളെല്ലാം നമുക്ക് റിട്ടേൺ കിട്ടും, റവന്യൂ കിട്ടും. ആ റവന്യൂ കിട്ടണമെങ്കിൽ എന്താണ്? ഇവിടെ നിന്ന് ആ ട്രാൻസ്പോർട്ട് ചെയ്ത സാധനം അവിടെ അവരുടെ വീട്ടിലെത്തണം, എന്നാൽ മാത്രമല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. അതിനെയാണ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസുകളാണ് നമ്മുടെ സാലറി,
അവിടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ABC എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഷോപ്പിൽ ഒരാൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നുണ്ട്, ബില്ലടിക്കാൻ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ അവർ എന്താണ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് എന്താണ് എംപ്ലോയീസ് ആണ്. അവർക്ക് എന്ത് ചെയ്യണം? സാലറി കൊടുക്കണം, അല്ലെങ്കിൽ വേജസ് കൊടുക്കണം അല്ലേ? അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ബില്ല് കൊടുക്കണം. ആ സ്ഥാപനത്തിന് ഫാൻ ഉപയോഗിക്കണമെങ്കിൽ എന്താണ്? തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? കറണ്ട് ബില്ല് കൊടുക്കണം, ടെലിഫോണിൻ്റെ ബില്ല് കൊടുക്കണം, അങ്ങനെയുള്ള ലൈറ്റ്, വാട്ടർ, അങ്ങനെ തുടങ്ങിയ എല്ലാം, അതായത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എക്സ്പെൻസസ് ഉണ്ടാവും. അപ്പം എന്താണ്? ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ടൈമിൽ വരുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് അവെയർനെസ് എന്ന രീതിയിലാണ്, ബേസിക്കായിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എന്താണ് ബേസിക് അക്കൗണ്ട്സ്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള ബേസിക് ഒരു അവെയർനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഓരോ ഇതുകളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഇതിനകത്ത് വരുന്ന അക്കൗണ്ടിങ് ടേംസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലും പ്രയോജനകരമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.